വരുമാന വർധനവിന് ആവശ്യമായിട്ടുള്ള നടപടികൾ തീർച്ചയായിട്ടും ആലോചിക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ 4 വർഷമായി മദ്യത്തിന് കേരളം വില വർദ്ധിപ്പിച്ചിട്ടില്ല. മറ്റ് പല സംസ്ഥാനങ്ങളും ഇതിനിടയിൽ പലതവണ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈയിടെയാണ് കർണാടക നല്ല വർധനവ് നടപ്പാക്കിയിട്ടുള്ളത്. അപ്പം 4 വർഷമായിട്ടിവിടെ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഓൺലൈൻ മദ്യവിൽപ്പനയുടെ കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഈ പ്രപ്പോസൽ നേരത്തെയും ചർച്ച ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മദ്യനയ രൂപീകരണ സമയത്തും ഈ പ്രപ്പോസൽ ബെവ്കോയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ തൽക്കാലം അത് പരിഗണിക്കേണ്ടതില്ല എന്നാണ് സർക്കാർ കണ്ടത്. കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ നിങ്ങൾ ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം സർക്കാർ ആലോചിക്കുന്നില്ല എന്നത്. പല പ്രപ്പോസലുകളും ബെവ്കോയുടെ ഭാഗത്തു നിന്നും മറ്റും വരാറുണ്ട്. പ്രത്യേകിച്ച് നയരൂപീകരണത്തിന്റെ ഘട്ടത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ നിർദ്ദേശങ്ങളായിട്ട് വരും. അതെല്ലാം ചർച്ച ചെയ്താണല്ലോ ഒരു നയം ആവിഷ്കരിക്കുന്നത്. ഇപ്പോൾ ക്യാബിനറ്റ് അംഗീകരിച്ച മദ്യനയമാണ്. ആ മദ്യനയത്തിനകത്തു നിന്നാണ് സർക്കാർ തീരുമാനങ്ങൾ എടുക്കുക. അംഗീകരിച്ച മദ്യനയത്തിന് അകത്തു നിന്ന് മാത്രമേ സർക്കാർ ഏത് കാര്യത്തിലും തീരുമാനമെടുക്കൂ. അതുപോലെ തന്നെ ഈ നേരത്തെ തന്നെ ഈ വീര്യം കുറഞ്ഞ മദ്യം ഇറക്കുക എന്നുള്ള പ്രപ്പോസൽ ഉണ്ടായിരുന്നു. KSIDC എന്നെ പഠനമൊക്കെ നടത്തിയത് അതിനെ സംബന്ധിച്ച് എന്താണ്? ഇപ്പോൾ അതിന്റെ നികുതി ഘടന നിശ്ചയിച്ച് കിട്ടേണ്ടതുണ്ട്. ധനകാര്യ വകുപ്പിന്റെ പരിഗണനയിലാണ്. ആ നികുതി ഘടനയിൽ തീരുമാനമായി കഴിഞ്ഞാൽ നമുക്ക് വീര്യം കുറഞ്ഞ മദ്യം വിപണിയിലെത്തിക്കാൻ പറ്റും. ഈ മറ്റേ സെപ്റ്റംബർ മുതൽ മറ്റേ ഗ്ലാസുകളുടെ സംഭവം വരികയാണ്. അതെ. അന്ന് താങ്കൾ ഇത് പ്രഖ്യാപിച്ച സമയത്ത് ഒരു കൺഫ്യൂഷൻ പറഞ്ഞിരുന്നു. അതേ ഔട്ട്ലെറ്റ് കൊണ്ടുപോയാൽ മാത്രമേ ഈ വാർത്ത വന്നതിന് പിന്നാലെ ഇപ്പം നമ്മൾ ചർച്ച നടത്തിയപ്പോൾ അതേ ഔട്ട്ലെറ്റിൽ വേണമെന്നതാണ് ബെവ്കോയുടെ ഒരു നിലപാട്. പക്ഷേ ഏത് ഔട്ട്ലെറ്റിലും കൊടുക്കാവുന്ന ഒരു സാധ്യത പരിശോധിക്കാൻ ബെവ്കോയോട് പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ചുകൂടി അനായാസമാക്കും കാര്യങ്ങൾ. ഇപ്പോൾ വാങ്ങി അതേ ഔട്ട്ലെറ്റിൽ തന്നെ വേണം എന്നതിന് പകരം ഏത് ഔട്ട്ലെറ്റിലും കൊടുക്കാം എന്നൊരു ക്രമീകരണം ഉണ്ടാക്കാൻ ബെവ്കോയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പറയുമ്പോൾ ഈ കുറച്ചുകൂടി ഇപ്പം പ്രായപരിധി 23 വയസ്സ് ഉള്ള ഒരാൾ മാത്രമേ ഈ മദ്യം വാങ്ങുന്നുള്ള ഡിക്ലറേഷന് ശേഷം ഈ മദ്യം കൊടുക്കാൻ അതിന് തരത്തിലുള്ള ഒരു പ്രപ്പോസലാണ് തയ്യാറാക്കിയിരിക്കുന്നത് മനസ്സിലാക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്, ബംഗാളിലൊക്കെ ഇത് ഉണ്ടെന്നായി അറിയുന്നത്. സ്വിഗ്ഗി പോലുള്ള പ്രസ്ഥാനങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ച് നേരത്തെയും പ്രപ്പോസൽ തന്നിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് അത് എന്താണ് പ്രശ്നം? വീടുകൾ മദ്യശാലകളായി മാറുമെന്നുള്ള പേടിയാണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും മതസംഘടനകൾ പ്രശ്നവുമായി വരുമെന്നുള്ള പ്രശ്നമാണോ? എന്താണ് സർക്കാർ ഇതിൽ നിന്നും പിൻവലിപ്പിക്കുന്ന ഒരു പ്രശ്നം? ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞു, കേരളത്തിൽ ഇക്കാര്യത്തിൽ കുറച്ച് യാഥാസ്ഥിതികമായിട്ടുള്ളൊരു സമീപനാണല്ലോ എല്ലാ കാലത്തും പുലർത്തിപ്പോരുന്നത്. മറ്റ് പല കാര്യങ്ങളിലും ഉള്ളതുപോലുള്ള ഒരു യാഥാസ്ഥിതികത്വമോ ഇരട്ടത്താപ്പോ ഒക്കെ പൊതുവിൽ ഇത്തരം കാര്യങ്ങളിൽ പലരും പുലർത്താറുണ്ട്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ നടപ്പാക്കാൻ നേതൃത്വം കൊടുക്കുന്നവർ തന്നെ ഇവിടെ നടപ്പാക്കിയാൽ അനുകൂലിക്കാറില്ല. അപ്പോൾ ഇത്തരം കാര്യത്തിൽ ഒരു അടിച്ചേൽപ്പിക്കുന്ന സമീപനം അല്ലെങ്കിൽ വളരെ നിർബന്ധപൂർവ്വം നടപ്പാക്കുന്നൊരു സമീപനം ഒരു കാലത്തും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഡിസ്റ്റിലറിയുടെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഡിസ്റ്റിലറി ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്തത് മറ്റ് സംസ്ഥാനങ്ങളിൽ അധികാരത്തിലിരുന്നുകൊണ്ട് ഡസൻ കണക്കിന് ഡിസ്റ്റിലറികൾക്ക് അനുമതി കൊടുത്ത ആളുകളാണ്. അന്ന് അതൊക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്ത കാര്യമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പം അത്തരമൊരു ഇരട്ടത്താപ്പ് ഈ വിഷയത്തിൽ എപ്പോഴും സ്വീകരിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടേ സർക്കാർ ഇക്കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കൂ. സമൂഹം പൊതുവിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പാകമാവാതെ എടുത്തു ചാടുന്നൊരു സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല.